സോ ഇന്ന് നമ്മൾ ഈ വർഷത്തെ ഞങ്ങളുടെ തിയേറ്റർ കാഴ്ചയിലെ ഫേവറേറ്റ് ആയിട്ടുള്ള 10 സിനിമകളാണ്. അതെ, നമ്മൾ ബെസ്റ്റ് എന്ന് പറയുന്നില്ല, ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട നമുക്ക് തിയേറ്ററിൽ കണ്ടിട്ട് നമുക്ക് വർക്കായ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും കണ്ടതും സെക്കൻഡ് ടൈം വാച്ച് ചെയ്തതായിട്ടുള്ള പടങ്ങളിൽ ഫേവറേറ്റ് ആയിട്ടുള്ള 10 സിനിമകൾ. വളരെ സബ്ജക്റ്റീവ് ലിസ്റ്റാണ്. അതെ അതെ, ഇതിൽ മലയാളം പടം മാത്രമല്ല, തമിഴുണ്ട്, തെലുങ്കുണ്ട്, ഹിന്ദിയുണ്ട്. ഇംഗ്ലീഷ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ആക്ച്വലി. ഇംഗ്ലീഷ് വളരെ കുറച്ചേ നമ്മൾ കണ്ടുള്ളൂ ഈ വർഷം, അപ്പോൾ അത് നമ്മൾ ഈ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടില്ല. സോ നമ്മുടെ ഒന്നാമത്തെ സിനിമ കില്ലാണ്. ബോളിവുഡിൽ നിന്ന് വന്ന കില്ല് ഞാൻ ഓർക്കുന്നു. ഇവിടെ ഇറങ്ങാഞ്ഞിട്ട് ഞങ്ങൾ ഹരിപ്പാട് പോയി. ആലപ്പുഴ റിലീസ് ഇല്ലായിരുന്നു, പടം റിലീസായത് ഒരാഴ്ച കഴിഞ്ഞിട്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ ഹരിപ്പാട് വരെ പോയി. മോസ്റ്റ് വയലന്റ് പടം കാണാൻ വേണ്ടി വണ്ടി പിടിച്ച് പോയതാണ്. പക്ഷേ വർഷാവസാനമായപ്പോൾ ഇവിടെ തന്നെ കിട്ടി. അതെ, ആലപ്പുഴയിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന മോസ്റ്റ് വയലന്റ് പടം. ഒരു വർഷം തന്നെ മോസ്റ്റ് വയലന്റ് പടം എന്ന് പറഞ്ഞാൽ 2 പടങ്ങൾ വരികയാണ്. പേരിനോട് ഭയങ്കര നീതി പുലർത്തിയ പടമായിരുന്നു. ആക്ഷൻ ജോണറിനോട് ഭയങ്കരമായിട്ട് നീതി പുലർത്തിയ പടമായിരുന്നു. സിംഗിൾ ലൊക്കേഷന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റീസൺ. അതെ, അതായത് ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഉണ്ടാകുന്നു. അതിൽ അടി പൊട്ടുമ്പോൾ ഒരു നല്ല വൈബുള്ള പടം. ട്രെയിനകത്ത് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ല രീതിയിൽ ആക്ഷൻ ഉണ്ടായിരുന്നു. ഒരു മൈൽഡ് ഹൊറർ എലമെന്റ്സ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ വളരെ കുറച്ച് ടൈം, 1.5 മണിക്കൂർ വളരെ പടമായിരുന്നു. വളരെ നൈസ് പടമായിരുന്നു. പക്ഷേ മോസ്റ്റ് വയലന്റ് എന്ന ടാഗ് ലൈനിന് പൂർണ്ണമായും നമുക്ക് നീതി പുലർത്തിയായിട്ട് തോന്നിയില്ല. ബട്ട് സ്റ്റിൽ ഇന്ത്യാസ് മോസ്റ്റ് വയലന്റ് അന്ന് ഇറങ്ങുമ്പോൾ അതുവരെ ഇറങ്ങിയതിൽ എന്ന് പറയാം. സോ രണ്ടാമത്തെ സിനിമ അങ്ങ് തെലുങ്കിൽ നിന്ന് കൽക്കി. സോ കൽക്കി ആയിരുന്നു നമ്മുടെ രണ്ടാമത്തെ ഫേവറേറ്റ് ഫിലിം ഈ വർഷത്തെ. ഭയങ്കര പ്രതീക്ഷയായിട്ട് വന്ന് പല എലമെന്റ്സിലും അത് മീറ്റ് ചെയ്തു. പല എലമെന്റ്സിൽ എക്സീഡ് ചെയ്തു. കുറച്ച് എലമെന്റ്സിൽ അതെ, ഇതുപോലത്തെ ഒരു വലിയ ബഡ്ജറ്റ് പടം വരുമ്പോൾ യൂഷ്വലി ഒരു തെലുങ്ക് പടം അത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് തെലുങ്ക് പടം കാണാനുള്ള വൈവിൽ പോയാൽ പോലും ഇതിൽ കുറച്ച് ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. അതിലൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. അത് ശരിക്കും ഒരു അവരെന്താണോ അത് പറയാൻ ഉദ്ദേശിച്ചത് ആ എലമെന്റിൽ തന്നെ നിന്നുകൊണ്ട് അത് കുറെ പറഞ്ഞു. അതിനകത്ത് നമ്മുടെ ഇൻക്ലൂഡ് ചെയ്യുന്ന കൽക്കി ബേസ്ഡ് എലമെന്റ്സിനെയൊക്കെ ഒരുപാട് അത് അങ്ങ് ഭക്തിമയമാക്കാതെ കുറച്ച് സ്റ്റോറി ബേസ്ഡ് ആക്കി പ്രസന്റ് ചെയ്യാൻ പറ്റി. നീറ്റായിരുന്നു പടം ത്രൂ ഔട്ട്. സെക്കൻഡ് ഹാഫ് കുറെ കൂടി നമുക്ക് മറ്റൊരു എന്താ പറയുക ഒറ്റ സ്ട്രെച്ചിൽ പോകുന്ന ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ സിനിമ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യാനൊന്നും എൻഡ് ചെയ്യുന്നവരെ ഒരു ഒരേ പേസിൽ ഭയങ്കര സ്പീഡിൽ പോകുന്നൊരു സിനിമ. അത് ഭയങ്കര എൻഗേജ് ചെയ്യിച്ച ഒരു സിനിമ കൂടിയായിരുന്നു. ഈ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളെ ഹാപ്പി ആക്കി. കാരണം ഇത്രയും വലിയ പടം വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഡിസപ്പോയിന്റ് ആവേണ്ടതാണ് അല്ലേ. അതാണ് തിയേറ്ററിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങി വരുന്ന ഒരു സിനിമയായിരുന്നു കൽക്കി. അതെ, അതിന്റെ 3D നല്ല വർക്കായിരുന്നു. എസ്പെഷ്യലി അതിന്റെ VFX, അതിലുള്ള കാര്യങ്ങൾ, സെറ്റ് ഡിസൈൻ എല്ലാം നല്ല രസമായിരുന്നു. ബേസിക്കലി ആ കൺസെപ്റ്റ് അങ്ങനെ ഒരു സംഭവം ചിന്തിച്ച് എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര വലിയ, പല പടങ്ങളിൽ ഇല്ലാത്ത പോലെ അടുത്ത പാർട്ട് കാണാൻ നമുക്ക് ആഗ്രഹമുള്ള രീതിയിലായിരുന്നു. അതെ, അതായത് ഒരു കഥ, അതായത് ഇങ്ങനെ ചുമ്മാ ഒരു സെക്കൻഡ് പാർട്ട് എടുക്കാം എന്നുള്ള ലൈനല്ല. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു വലിയ സ്റ്റോറിയാണ്. ആ സ്റ്റോറിയുടെ ഒരു ചെറിയ പോർഷനാണ് നമ്മൾ കണ്ടതെന്നുള്ള ലൈനിലാണ്. സോ അതുകൊണ്ട് കൽക്കി ഏടിയാണ് നമ്മുടെ സെക്കൻഡ് ഫേവറേറ്റ് ഫിലിം. സോ തേർഡ് ഫിലിം ഒരു തമിഴ് ഫിലിമാണ് വാഴ. നമ്മൾ നല്ല പടമാണെന്ന് പ്രതീക്ഷിച്ചു. അത് ഓൾറെഡി തമിഴ്നാട്ടിൽ ഇറങ്ങി നല്ല റിവ്യൂസ് വന്നു തുടങ്ങിയതിന് ശേഷമാണ് കേരളത്തിൽ ഒരുപാട് കമന്റ്സ് വന്നിരുന്നു. വാഴ റിവ്യൂ ചെയ്യും, നമ്മൾ ട്രെയിലർ റിവ്യൂവിന്റെ റിയാക്ട് ചെയ്തതിന് ഒരുപാട് കമന്റ് വന്നിരുന്നു. സോ ആ സിനിമ നമ്മൾ ഇവിടെ കണ്ടത് ഇവിടെ ഒരുപാട് വൈകി ഇറങ്ങിയത്. അത് തമിഴ്നാട്ടിൽ ഇറങ്ങി നല്ല റെസ്പോൺസ് വന്നതിന് ശേഷമാണ് കേരളത്തിൽ സിനിമ റിലീസാവുന്നതും അത് ഇവിടെ വരുന്നതും ഞങ്ങൾ ആ സിനിമ പോയി കാണുന്നു. വളരെ സ്ലോ ബേൺ ആണ്. നമ്മളൊരു ക്ലൈമാക്സ് സീക്വൻസ് വരെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ക്ലൈമാക്സ് സീക്വൻസ് ആണ് അതിന്റെ ഏറ്റവും വലിയ ഇമ്പാക്ട്ഫുൾ. അത് വെറും ഇമ്പാക്ട്ഫുൾ എന്ന് മാത്രം പറഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും അത് നമ്മുടെ അത്ര നേരം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിന് നമുക്ക് ആ സിനിമയിൽ ഒരു ഭയങ്കര ആയിട്ട് ഇമോഷണലി നമ്മൾ ആ സിനിമയിൽ ഹുക്ഡ് ആയിട്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തെ നമ്മുടെ ഇറാനിയൻ സിനിമകളൊക്കെ കാണുന്ന ഒരു ഫീലായിരുന്നു ആ ഒരു ക്ലൈമാക്സ് സീക്വൻസിന്. അതുവരെ നമുക്ക് കുറച്ച് കൊമേഴ്ഷ്യൽ എലമെന്റ്സ് വന്നതിന്റെ ഒരു ചെറിയ ഇൻട്രസ്റ്റ് കുറവുണ്ടായിരുന്നു. പടത്തിന്റെ ഒരു ലെങ്ത് ഫീൽ ചെയ്യും. ബട്ട് ആ ഒരു എലമെന്റ് എത്തുമ്പോൾ ഇത് റിയൽ ലൈഫ് ഡയറക്ടറുടെ പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനൊരു സിനിമയെ യൂഷ്വലി അത് ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ അപ്പുറത്തേക്ക് ഇത് എല്ലാത്തരം ഓഡിയൻസിനും കാണാം എന്നുള്ള ഒരു ലൈനിലാണ് അവന് ഈ കൊമേഴ്ഷ്യൽ ലൈൻ കൊണ്ടുവരുന്നത് തന്നെ. ഇങ്ങനൊരു കഥയെ അത് അതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നീഷ് ഓഡിയൻസേ ഉണ്ടാകത്തുള്ളൂ.
സോ അത് ഒരു കുറച്ചുകൂടെ ജനകീയമാക്കാൻ വേണ്ടിയാണ് അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരല്പം കൊമേഴ്ഷ്യലിസം ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും ഓവറായിട്ടല്ല, അതും കറക്റ്റ് മീറ്ററിലത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ സിനിമ ഒരു അവിടെ തന്നെ തമിഴ്നാട്ടിൽ തന്നെ തിയേറ്ററിൽ തന്നെ അത് അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ ഉണ്ടാക്കിയൊരു പടം കൂടെയായിരുന്നു. എനിക്ക് കൊമേഴ്ഷ്യൽ പടത്തിൽ ഇതായിട്ട് പ്രശ്നമായിട്ട് തോന്നിയൊന്നുമില്ല. ഇല്ല ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അതിൻ്റെ മ്യൂസിക് ഭയങ്കരമായിട്ട് ആ സിനിമയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 4ാമത്തെ സിനിമ വീണ്ടും തമിഴിൽ നിന്ന് തന്നെയാണ്, മഹാരാജ, വിജയ് സേതുപതിയുടെ മഹാരാജ. ബേസിക്കലി ആ സിനിമ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം വിജയ് സേതുപതി കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ ചെയ്തിരുന്ന സിനിമകൾ കുറച്ച്, പുള്ളി മെയിൻ ലീഡ് ചെയ്ത പടങ്ങൾ കുറച്ച് മോശം എന്താ പറയുക എക്സ്പീരിയൻസ് നൽകിയ സിനിമ. മോശം എക്സ്പീരിയൻസ് ഇൻ ദ സെൻസ് ശോകം പടങ്ങളായിരുന്നു. ഇവിടെ ധ്യാൻ ശ്രീനിവാസൻ ചെയ്യുന്ന പോലെയായിരുന്നു പുള്ളി പടങ്ങൾ, ഒരു വിലയില്ല, പുള്ളിയുടെ വില തന്നെ പുള്ളി കളയുന്നത്. അതെ, പുള്ളി അതിനുശേഷമാണ് പുള്ളി വില്ലനായിട്ടും മറ്റു പല പടങ്ങളും ഇപ്പോൾ വിക്രത്തിലും ജവാനിലൊക്കെ വന്ന് ഫാമർ നമ്മുടെ കടസി വ്യവസായി ആ സിനിമയിൽ പോലും പുള്ളി ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ പോലത്തെ ഒരു റോളാണ്. പുള്ളിയുടെ ക്യാരക്ടർ രസം ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഈ പുള്ളി മെയിൻ ലീഡ് ചെയ്യുന്ന ഒരു സിനിമ, അതൊരു കൊമേഴ്ഷ്യൽ പടം വന്ന് ഹിറ്റായിട്ട് ഒരുപാട് നാളായി. ആ ഒരു ഗ്യാപ്പിന് ശേഷം വന്ന സിനിമയാണ് മഹാരാജ. അത് സർപ്രൈസിംഗ്ലി ആ സിനിമ അതിൻ്റെ സ്ക്രീൻ പ്ലേ കൊണ്ടും അത് തിയേറ്ററിൽ ആ സിനിമ നമുക്ക് ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ തിയേറ്ററിൽ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് നല്ല സിനിമയായിരുന്നു മഹാരാജ. ബിക്കോസ് അതിൻ്റെ മെയിൻ റീസൺ അതിൻ്റെ സ്ക്രീൻ പ്ലേ ആയിരുന്നു. അതുപോലെ ആ സിനിമയുടെ സസ്പെൻസ് എലമെൻറ്റ് അതെല്ലാം സിനിമയ്ക്ക് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. പെർഫോമൻസ് വിജയ് സേതുപതി ആണെങ്കിലും അനുരാഗ് കശ്യപ് ആണെങ്കിലും ഒക്കെ, അനുരാഗ് കശ്യപ് വില്ലൻ വേഷം ചെയ്തതിൽ കുറച്ച് ബെറ്റർ വില്ലൻ വേഷമായിരുന്നു അത്. ഈവൻ വിജയ് സേതുപതിയുടെ മകളായിട്ട് എല്ലാവരും നന്നായിട്ട് ചെയ്തൊരു സിനിമയായിരുന്നു. സോ ഈ ലിസ്റ്റിലെ 5ാമത്തെ സിനിമ മലയാളത്തിൽ നിന്ന് ഉള്ളൊഴുക്കാണ്. ക്രിസ്റ്റോ ടോമിയുടെ ആദ്യ സിനിമയായിട്ടുള്ള ഉള്ളൊഴുക്ക്. ആക്ച്വലി ഉർവശിയും പാർവതി ഇവർ രണ്ടുപേരും ഈ സിനിമയിൽ ആ സിനിമ തിയേറ്ററിക്കൽ റിലീസ് ആയി. സിനിമ പ്ലാറ്റ്ഫോംസിൽ യൂട്യൂബിലും ഇട്ടിട്ടുണ്ടോ? അത് ഷോർട്ട് ഫിലിംസാണ്, സിനിമ ചെയ്തിട്ടില്ല പുള്ളി, ഫുൾ ഫ്ലെഷ്ഡ് സിനിമ ചെയ്തിട്ടില്ല. സോ ഈ സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ഉർവശിയും പാർവതിയാണ്. ഇവർ രണ്ടുപേരാണ് ഈ സിനിമയെ കംപ്ലീറ്റ്ലി കൊണ്ടുപോകുന്നത്. സോ അവരുടെ പെർഫോമൻസ് ആയിരുന്നു ആ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ആ സിനിമ സെറ്റ് ചെയ്യുന്നൊരു മൂഡ്, അത് തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഇവന്റിനെ ബേസ്, അതായത് ആ ഡയറക്ടർ തന്നെ ലൈഫിൽ നടന്നൊരു ചെറിയ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് പുള്ളി ക്രിയേറ്റ് ചെയ്ത ഒരു സ്റ്റോറി ആലപ്പുഴ. സോ അത് അതിൻ്റെ മൂഡ് കംപ്ലീറ്റ്ലി നമുക്ക് തരാനും, അത് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ആ മഴ പെയ്യുമ്പോൾ മഴയത്ത് കുട പിടിച്ച് നിൽക്കുന്ന ആളെ പോലെയാണ് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആളും. പെരുമഴക്കാലം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതിന്റെയും ഹൈലൈറ്റ് അതിന്റെ മൂഡാണ്. അതിന്റെ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു പോകുന്നതിലുപരി അതിന്റെ ഒരു മൂഡുണ്ട്. ഇപ്പൊ ഇതിന്റെ പേരാണ് തന്നെ ഉള്ളൊഴുക്ക് എന്നാണ്. ഇവരുടെ ഉള്ളിലുള്ള പുറത്തുള്ള ഈ വെള്ളപ്പൊക്കം ഉള്ളിലൊക്കെ ഒരു അങ്ങനെ ഒരു ഇന്നർ മീനിങ് ആണ് അതിന്റെ ടൈറ്റിൽ. രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. അതിന്റെ സബ്ജക്ട് നല്ല രീതിയിൽ ഡയറക്ട് ചെയ്തൊരു സിനിമയായിരുന്നു. സോ ഈ ലിസ്റ്റിലെ 6ാമത്തെ സിനിമ കിഷ്കിന്ദയാണ്. മലയാളത്തിൽ തന്നെ ഈ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ്. ആ ടോപ്പ് 5 എടുത്താൽ തന്നെ അതിൽ വരുന്ന സിനിമയാണ്. പലരുടെയും നമ്പർ 1 അതെ, ടോപ്പ് 5 അല്ല ടോപ്പ് 3 വരുന്ന പടമാണ്. അല്ല, പലരുടെയും നമ്പർ 1 ഇന്ത്യയിൽ തന്നെ പലരുടെയും നമ്പർ 1 ആയിട്ടാണ്. ആസിഫ് അലി ഏറ്റവും ശക്തമായ മുന്നേറ്റം നടത്തിയ വർഷം കൂടിയാണ്. പല ഇത് കിഷ്കിന്ദാഖണ്ഡം കൊണ്ട് മാത്രമല്ല, അതിനു മുമ്പ് ചെയ്ത പടം തലവനുണ്ട്, ലെവൽ ക്രോസ്. ആക്ടിംഗ് വൈസ് ആണെങ്കിലും സെലക്ട് ചെയ്യുന്ന സിനിമകൾ വൈസ് ആണെങ്കിലും ഇപ്പൊ അടുത്ത വർഷം അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ വെക്കുന്ന പടത്തിന്റെ തന്നെ നല്ല രസമുണ്ട്. സോ കിഷ്കിന്ദാഖണ്ഡമാണ് അതിന്റെ റൈറ്റിംഗ് വൈസ് ആയാലും അതിന്റെ മേക്കിംഗ് വൈസ്, പെർഫോമൻസ് വൈസ്, എസ്പെഷ്യലി വിജയരാഘവൻ, അവരെല്ലാവരും ആ സിനിമയെ അതിന്റെ അകത്തും പുറത്തും നിന്ന് എല്ലാവരും പേഴ്സണലി തിയേറ്ററിൽ ഒരുപാട് എൻജോയ് ചെയ്ത്. ഒരു റീസൺ ഉണ്ട്, ആ റീസൺ എന്താണെന്ന് ഞങ്ങളുടെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷ ഒന്നും ഇല്ലാതെ തിയേറ്ററിൽ കയറി. ആ സിനിമയുടെ ട്രെയിലറിൽ നിന്നാണല്ലോ നമുക്ക് പ്രത്യേകിച്ച് ഭയങ്കര വലിയൊരു ഇത് കിട്ടിയില്ല. മിസ്റ്ററി പടമാണെന്ന് മനസ്സിലായി. പക്ഷെ അത് തിയേറ്ററിൽ പോയി കണ്ടപ്പോഴാണ് ആ സിനിമ നമ്മളെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോവാണ്, നമ്മളെ കൊണ്ടുപോകണം, ഇങ്ങനെ ആ അന്വേഷണത്തിന്റെ കൂടെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഫീൽ ഉണ്ട്. നല്ലൊരു സിനിമയായിരുന്നു. സോ ലിസ്റ്റിലെ 7ാമത്തെ സിനിമ എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ഒരുപാട് പേരുടെ ഫേവറേറ്റ് പടങ്ങളിലൊന്നായിട്ടുള്ള പ്രേമലു. അതായത് തിയേറ്ററിലൊരു കംപ്ലീറ്റ് ഒരു ലാഫായിട്ട് ഈ വർഷം കണ്ടിൽ ഏറ്റവും ഫൺ പടം, ലൈറ്റ് പടം. അതായത് തിയേറ്ററിൽ ഒരുപാട് ചിരിച്ചു മറിഞ്ഞൊരു സിനിമയാണത്. ബട്ട് ആ സിനിമ OTTയിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് അതിന് മിക്സ്ഡ് റെസ്പോൺസ് വന്നെങ്കിൽ പോലും തിയേറ്ററിൽ ആ സിനിമ ഞാൻ 2 വട്ടം കണ്ടു. അപ്പോൾ എനിക്ക് പേഴ്സണലി തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു റിപ്പീറ്റ് വാച്ചുള്ള പടം. കുറേ പോർഷൻസ് രസമാണ് കാണാൻ. ഭയങ്കര ലൈറ്റ് ആയിട്ടിരുന്ന് കാണുവാണെങ്കിൽ ആസ്വദിക്കാൻ പറ്റും എന്ന അഭിപ്രായമാണ് എനിക്ക്. ഒരുപാട് ഇങ്ങനെ ഇതിന്റെ കഥയൊന്ന് കണ്ടു കളയാം, റിവ്യൂ ചെയ്ത് കളയാം എന്ന് പറഞ്ഞ് പോയിരുന്നാൽ ചിലപ്പം ഒരുപാട് കാര്യങ്ങൾ അതല്ലാതെ ഒരു ഫ്രീ മൈൻഡ് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഈ കുറെ സോഷ്യൽ മീഡിയ റെഫറൻസുകൾ അത് കണക്ട് ആവാതെ പോയതിന്റെ കുറച്ച് ചിരി മിസ്സാവുന്ന ഒരുപാട് പേര് പറഞ്ഞു കേട്ടായിരുന്നു. അപ്പൊ അത് കണക്ട് ആവുന്നവർക്ക്
ആന്ധ്രയിൽ ഈ പടം നല്ലപോലെ കൂടിയായിരുന്നു പ്രേമലു. തമിഴ്നാട്ടിലും എല്ലായിടത്തും ഈ പടത്തിനൊരു ഫാൻ ബേസ് ഉണ്ടായി സിനിമ. ആക്ച്വലി റീ റിലീസ് ചെയ്തപ്പോൾ ഈ റെഫറൻസുകൾ അവർ ഷിഫ്റ്റ് ചെയ്തു, അവിടുത്തെ റെഫറൻസ് വെച്ചിട്ട് ഷിഫ്റ്റ് ചെയ്തു, അതെ ഡബ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഈ ലിസ്റ്റിലെ 8ാമത്തെ സിനിമ നൺ അതർ ദാൻ ആവേശം. അതായത് ഈ വർഷത്തെ കേരളത്തിന് പുറത്തും ഇന്ത്യ മൊത്തത്തിൽ ആവേശത്തിലാക്കിയ സിനിമയാണ്. ആവേശം കൊള്ളിച്ച സിനിമ. ഫഹദ് ഫാസിൽ സൂപ്പർ സ്റ്റാർ ആയ പടം. അതെ, അഴിഞ്ഞാട്ടം, റംഗണ്ണന്റെ അഴിഞ്ഞാട്ടം പടമായിരുന്നു. അപ്പോൾ ആ സിനിമ തിയേറ്ററിൽ ഞാൻ 3 വട്ടം കണ്ടു. ഞാൻ 2 വട്ടം തോന്നുന്നു. അത് ശരിക്കും ഒരു പ്രോപ്പർ തിയേറ്റർ പടമായിരുന്നു. അതായത് സ്റ്റാർട്ട് ടു എൻഡ് ആൾക്കാർ ശരിക്കും ഈ പറഞ്ഞ പോലെ ഇപ്പൊ മാസുണ്ട്, പിന്നെ കോമഡി ഉണ്ട്, ഈ പറഞ്ഞ ഒരുപാട് പാട്ടുണ്ട്, ഡാൻസിന് ഡാൻസ് ഉണ്ട്, എങ്ങനെ ഡാൻസ് ഉണ്ടായിരുന്നു, സോളോ ഡാൻസ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞ ഒരുപാട് സിനിമകളിൽ പല എലമെന്റ്സ് ഉണ്ടെങ്കിലും ആക്ടിങ് വൈസ് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടായ ഒരു സിനിമയാണ് ആവേശം. രംഗണ്ണന്റെ പെർഫോമൻസ്, അതായത് ഫഹദ് ഇങ്ങനെ ചെയ്തല്ലോ, ആ ക്യാരക്ടറിനെ ഇങ്ങനെ കൺസീവ് ചെയ്തല്ലോ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ. അപ്പോൾ നമ്മൾ വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്ന ഫഹദിന്റെ പെർഫോമൻസ്. കാരണം ആ സിനിമ സ്റ്റാർട്ട് ചെയ്ത് ഫഹദ് എത്തുന്നത് അത്ര നേരം നമുക്ക് കുറച്ച് ഫഹദ് വരട്ടെ, പെട്ടെന്ന് വരട്ടെ എന്നുള്ള ഒരു ഇതിലാണ് ആകാംക്ഷ ഇരിക്കുന്ന ടൈപ്പ് ഓഫ്. അതെ, സെക്കൻഡ് ഹാഫിൽ തന്നെ ഫഹദ് ഇല്ലാത്തൊരു വലിയ പോർഷൻ ഉണ്ട്. അവിടെയാണ് എല്ലാവർക്കും ഫഹദിനെ തിരിച്ചു കാണിക്കൂ, രംഗണ്ണം വരട്ടെ, പോട്ടെ. അത്രയ്ക്ക് നമ്മൾ തിയേറ്ററിൽ രസിച്ച് കണ്ട. അതെ അതെ, രംഗണ്ണനെ പറയുമ്പം കൂടെ തന്നെ പറയേണ്ടതാണ് അമ്പാൻ. ഇവർ രണ്ടുപേരും വേറെ എല്ലാ പടത്തിലുള്ള മറ്റെല്ലാ എലമെന്റ്സും റിമൂവ് ചെയ്താലും ഇതിന്റെ സെക്കൻഡ് ഹാഫ് തേർഡ് പാർട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ ഇവർ രണ്ടും എന്തായാലും മസ്റ്റായിട്ട് റിട്ടേൺ വരണം. അതെ, അത് ശരിക്കും അമ്പാന്റെ രംഗണ്ണന്റെ ഒരു സീക്വൽ വരണം എന്നതാണ് നമ്മുടെ അടുത്ത പടം. അല്ല, ഈ ക്യാരക്ടർ വെച്ചിട്ട് ഇനി കൊണ്ടുവരാം. ബിക്കോസ് ഇവരെ എവിടെ വേണമെങ്കിൽ കൊണ്ടിട്ടാലോ, രസമായിരിക്കുമല്ലോ എങ്ങനെയാണെന്നാലും. സോ ഈ ലിസ്റ്റിലെ 9ാമത്തെ സിനിമ തമിഴിൽ നിന്നാണ് മെയ്യഴകൻ. പ്രേംകുമാറിന്റെ മെയ്യഴകൻ, കാർത്തിക് അരവിന്ദ് സ്വാമിയൊക്കെ അഭിനയിച്ചിരിക്കുന്ന മെയ്യഴകൻ. ഇതുവരെ ഉള്ള പടങ്ങൾ നമ്മൾ ഈ ടോപ്പ് 10 സിനിമ എന്ന് പറഞ്ഞെങ്കിലും ഇതിന്റെ ലിസ്റ്റിൽ 1, 2, 3 നമ്മൾ റാങ്കിങ് കൊടുത്തിട്ടില്ല. 10 സിനിമകൾ ഇങ്ങനെ നിരത്തുവാണ് 10 ജോണറിൽ നിന്ന്. അപ്പം പക്ഷേ പേഴ്സണലി എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു ടോപ്പ് 10 റാങ്കിങ് കൊടുക്കുവാണെങ്കിൽ എനിക്ക് പേഴ്സണലി മെയ്യഴകനായിരിക്കും ഈ വർഷം ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ട സിനിമ. ഏറ്റവും കൂടുതൽ ഞാൻ റിപ്പീറ്റ് വാച്ച് ചെയ്തിട്ടുള്ള സിനിമ അതാണ്. OTT റിലീസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ടൈംസ് അതിൻ്റെ സീനുകളാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ട് കണ്ട ഒരു സിനിമയാണ്. തിയേറ്ററിൽ കാണുമ്പോൾ ഈ പടം പെട്ടെന്ന് തീർന്നു പോലെ എന്ന് ചിന്തിച്ചു പോയാൽ മൊമെന്റുകളൊക്കെ ഉണ്ട്. അതെ, ശരിക്കും ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിൽ അരവിന്ദ് സ്വാമിയുടെ ആ ഒരു ഫീലിലേക്ക് അവസാനത്തിൽ എത്തിയപ്പോൾ എനിക്കും അത് ഭയങ്കരമായിട്ട് കണക്റ്റായി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ആ പുള്ളിയുടെ അതേ ഫീലിൽ, പുള്ളി കണ്ട അതേ ഒരു വിഷമം നമുക്കുണ്ട്, നമ്മുടെ മനസ്സിൽ ചെറിയ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഒരു ഇമോഷണലി ഭയങ്കരമായിട്ട് നമ്മളെ ഹുക്ക് ചെയ്ത സിനിമ. അതും ആ സിനിമ 3 മണിക്കൂറിനടുത്ത് ഉണ്ടായിട്ടും തിയേറ്ററിൽ ഒരു നിമിഷം പോലും എനിക്ക് പേഴ്സണലി ബോറടിക്കാതെ ഞാൻ ഈ 2 പേരുടെ ലൈഫ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. അത്രയും ഇൻവോൾവ് ആയി കണ്ടൊരു സിനിമ ഈ വർഷം വേറെ ഇല്ല. തമിഴ്നാട്ടിലൊക്കെ ഇതിന്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ ട്രിം ചെയ്ത് കളഞ്ഞായിരുന്നു. അതായത് ആക്ച്വലി തമിഴ് ഈ സിനിമ അവർക്ക് എനിക്ക് പേഴ്സണലി അത് ട്രിം ചെയ്യേണ്ട ആവശ്യം തോന്നില്ല. അല്ലല്ല, അത് നമുക്ക് ഇവിടെ മലയാളത്തിൽ ആർക്കും തന്നെ അത് വലിയ പ്രശ്നം ആരും പറഞ്ഞില്ല. തമിഴന്മാർക്ക് ആ ക്ഷമയുടെ കുറവുണ്ട്. അവരുടെ കഥ, അതായത് അവരുടെ ഹിസ്റ്ററിയും കൾച്ചറും അവര് മാനിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സിനിമയിൽ അത് പറയുന്ന പോർഷൻ കട്ട് കളഞ്ഞിട്ട് കാണാന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവരെത്തിയത്. അതിനെക്കുറിച്ച് മറ്റേ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ കേരളത്തിലാണ് ഈ പടം കേരളത്തിൽ ഈ പറഞ്ഞ പോലെ കട്ട് ചെയ്യാതാണ് ഇവിടെ കണ്ടത് ആൾക്കാർ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ നന്മ പൊതുവെ പറയുന്ന സിനിമകളെ നന്മപ്പടമെന്ന് കളിയാക്കി വിടുന്ന ഈ പടത്തിന് പോലും OTT റിലീസ് ചെയ്തപ്പോൾ ഒരുപാട് പേര് ഓവർ നന്മയാണെന്ന് പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പേഴ്സണലി നന്മ എങ്ങനെ വൃത്തിക്ക് ഹാൻഡിൽ ചെയ്യാന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളാണ്. ഭയങ്കര വലിയ രീതിയിൽ ഗ്ലോറിഫൈ അങ്ങനത്തെ അങ്ങനല്ല, എന്നാലും എനിക്ക് കണക്ട് ആയതുകൊണ്ടായിരിക്കും. അതിന്റെ സിറ്റുവേഷൻസ് ആണെങ്കിലും അതിലൊക്കെ കൂടെ എവിടെയൊക്കെയോ പോയിട്ടുള്ളതെന്ന് തോന്നിയത് കൊണ്ടാണ് എനിക്ക് നന്മ പറയുന്ന സിനിമ എന്ന് തോന്നിയില്ല. പെർഫോമൻസ് വൈസ് രണ്ടുപേരും കോംബോ. ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫീലാണ്. നമുക്ക് ആ പടത്തിൽ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ്. അവരുടെ ഇടയിൽ പോയി ഇരിക്കാൻ, ഇനിയും സംസാരിക്കണം, നമ്മൾ കേട്ടോണ്ട് ഞാൻ ഇപ്പുറത്ത് ഇരുന്നോളാം സാർ എന്നുള്ള സെറ്റപ്പാണ് പടത്തിന്. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം, അതായത് 10ാമത്തെ സിനിമ. സോ ഇത് ഏറ്റവും അവസാനം ഞങ്ങൾ പറയാൻ വെച്ചിരുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സിനിമ. ഈ സിനിമയുടെ പേര് അവസാനം പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ സാധാരണ വീഡിയോ പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മളാണല്ലോ നമ്മൾ മെയിൻ സാധനം പറയാം എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ അവസാനത്തേക്ക് വെച്ചതാണ്. സോ ഈ വർഷത്തെ ഞങ്ങളുടെ മോസ്റ്റ് ഫേവറേറ്റ് പടം ഭ്രമയുഗമാണ്. അതായത് തിയേറ്ററിൽ ഞാൻ ഈ സിനിമ 5 വട്ടം കണ്ടു. ഞാൻ 2-3 വട്ടം കണ്ടു. അതെ, കാര്യം ഞാൻ ഇതുവരെ ലൈഫിൽ സിനിമകൾ റിപ്പീറ്റ് തിയേറ്ററിൽ കണ്ടത് മാക്സിമം നമ്പർ 3ആണ്. അതൊരു മെജോറിറ്റി ഓഫ് പടങ്ങൾ. അപ്പോൾ ആവേശം 3 വട്ടം കണ്ടു. ഈ വർഷം തന്നെ വേറെ അതുപോലെ 1-2 പടങ്ങൾ, പഴയ മറ്റേ എൻഡ് ഗെയിം, ആ ലൈൻ ഓഫ് പടങ്ങൾ, അതൊക്കെ 2-3 വട്ടം കണ്ടിട്ടുണ്ട്.
ഇവിടെ ഒരു സിനിമ, ഒരു മലയാളം പടം ഞാൻ 5 വട്ടം തിയേറ്ററിൽ ഒരു മടിയും കൂടാതെ വീണ്ടും വീണ്ടും പോയി കാണാൻ എന്നെ പ്രേരിപ്പിച്ച സിനിമയാണ് പ്രമേഹം. കാര്യം എനിക്ക് പണ്ട് മുതൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിനോട് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പം നമ്മളൊരിക്കലും തിയേറ്ററിൽ പോയി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കാണാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു ചിന്തയില്ലല്ലോ, നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. ഒരിക്കലും തുറമുഖം സിനിമ കണ്ടപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ഒരു 10-15 മിനിറ്റോളം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അത് തിയേറ്ററിൽ കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി. സോ ഒരു ഫുൾ പടം തിയേറ്ററിൽ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടാൽ നന്നായിരിക്കുന്നൊരു മോണോക്രോം എന്നാണ് അവർ ഒഫീഷ്യലി യൂസ് ചെയ്തേക്കുന്ന ടേം. അത് തന്നെ. അപ്പോൾ അത് നമ്മൾ അങ്ങനത്തെ ഒരു ഇതിൽ ഫുൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം, അതൊരു എന്താ പറയുക, ഒരു ഹൊറർ, ഫോക്ക് ഹൊറർ എന്നൊരു ജോണറിൽ എന്നെ സംബന്ധിച്ച് പ്രമേഹം ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം ഈ ഒരു ജോണറിൽ വരുന്ന അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റൽ മൂഡ് വരുന്ന പടങ്ങൾ എപ്പോഴും നമ്മളെ തിയേറ്ററിൽ നിന്ന് നിരാശപ്പെടുത്താറുണ്ട്. ഏതെങ്കിലും ഒരു പോർഷൻ തിയേറ്ററിൽ നിരാശപ്പെടുന്നതിന് അപ്പുറത്തേക്ക് ഈ സിനിമ നമുക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടാലും തിയേറ്ററിൽ ഇത് വർക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. പക്ഷേ ഇത് എല്ലാ അർത്ഥത്തിലും നമുക്ക് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് നമ്മളെ എൻഗേജ് ചെയ്തിട്ട് ഒരു പടമാണ്. അത് എൻഗേജ് ചെയ്യുക മാത്രമല്ല, തിയേറ്ററിൽ ഇതൊരു കളക്ഷൻ നേടുകയും ഇത് തിയേറ്ററിൽ ഒരു ഹിറ്റായി മാറുകയും ചെയ്തു. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഈ മെയ്യഴകൻ എൻ്റെ ടോപ്പ് ഫേവറേറ്റ് നിൽക്കുമ്പോൾ പോലും ഇതും അതിനോടൊപ്പം നിൽക്കുന്നു. പക്ഷേ ഈ റിപ്പീറ്റ് വാച്ചിൻ്റെ വാല്യൂവിൻ്റെ കാര്യത്തിൽ മാത്രം എനിക്ക് ചിലപ്പോൾ മെയ്യഴകൻ കുറച്ചുകൂടെ കാണാൻ പറ്റും പ്രമേഹത്തിനേക്കാൾ. പിന്നെ ഒരു സംഭവം, ഈ വർഷം ഉണ്ടായ ഏറ്റവും വലിയ ഹൈ പോയിന്റ്സ്, തിയേറ്ററിലെ ഹൈ പോയിന്റ്സിൽ ഒന്നാണ് മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷൻ ഈ പടത്തിൽ. ആ സീൻ കൺസീവ് ചെയ്തേക്കുന്നത്, അതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. തിയേറ്ററിൽ ഇത് കണ്ടപ്പം ഈ ഒരു പടത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ മേലെയായിരുന്നു ആ സീനിന്റെ. അതായത് ശരിക്കും നമ്മളൊരു സൂപ്പർ സ്റ്റാറിനെ നമ്മുടെ സിനിമയിൽ ഉപയോഗിക്കുകയാണ്. ക്യാരക്ടറായിട്ട് തന്നെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അതിന് ആ ക്യാരക്ടറിനെ സിനിമയിൽ ഒരു വില്ലനാക്കുക, ആ വില്ലനെ പ്രേക്ഷകർക്ക് ഒരേ സമയം വർക്കാക്കുക എന്നുള്ള ഒരു സംഭവം ഭയങ്കര പാടാണ്. അതും ഒരു എനിക്ക് ഭയങ്കര അത്ഭുതം, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആൾക്കാർക്ക് ഒരു കളർ ഇല്ലെങ്കിൽ എന്താ, അതൊരു വിഷയമല്ല. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോഴും ഈ സിനിമ ടീസർ ഇറങ്ങിയപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമായി, ഇതെങ്ങനെ നമ്മൾ കാണും എന്ന് പറഞ്ഞ ഒരുപാട് പേര് ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ചോരയെങ്കിലും കളറായിരിക്കും ലൈക്ക് അല്ല നമ്മൾ ചിന്തിച്ചു കാര്യം അതെങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ഫുള്ളി ഒരു പടം കൺസീവ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര വലിയൊരു റിസ്ക് അല്ലേ. അതായത് പ്രേക്ഷകർ എങ്ങനെ എടുക്കും, പ്രേക്ഷകർ നമ്മൾ എന്തിനാ കളർ കാണുന്ന സമയത്ത് നമ്മൾ എന്തിനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണണമെന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകർ ഉണ്ടായിരുന്നു റിലീസിന് മുമ്പ് വരെ. റിലീസിന് ഈ ഒരു പടം പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അവർ എല്ലാവരും ഈ പറഞ്ഞ പോലെ അക്സെപ്റ്റൻസ് ആയിരുന്നു വലിയൊരു അത്ഭുതം. അതാ പറഞ്ഞത്, ഈ പടം ഭയങ്കര എൻഗേജിങ് ആണ് ആൾക്കാർക്ക്, അതുകൊണ്ടാണ് ആ പടം അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പം അതുപോലെ ഈ പടത്തിൽ സർപ്രൈസ് ചെയ്ത മറ്റൊരു പെർഫോമൻസ് പറയുന്നത് സിദ്ധാർത്ഥ് ഭരതൻ്റെ. കാരണം നമുക്ക് ശരിക്കും അറപ്പുളവാക്കുന്ന കുറച്ച് മൊമെന്റുണ്ട് പുള്ളിയുടെ. അത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒത്തു വന്നൊരു സിനിമയാണ്. ഇത് ടെക്നിക്കലി ഇതിന്റെ സെറ്റ് ഡിസൈൻ ആണെങ്കിലും ഇതിന്റെ മ്യൂസിക് ഭയങ്കര രസമായിരുന്നു. ക്രിസ്റ്റോ സേവിയറിന്റെ ഐഡന്റിറ്റി ഉണ്ടായതോടെ സിനിമാറ്റോഗ്രഫി, എല്ലാ പ്രൊഡക്ഷൻ ഡിസൈന്, ആക്ടിങ്, എല്ലാത്തിലും ഒരു പുതുമയുണ്ട് എന്നാ ഒരു പഴമയുണ്ട് എന്നുള്ള ഒരു സ്റ്റൈൽ. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഒരു സെഗ്മെന്റ് ഇല്ലേ, നമ്മുടെ ഒരു ഇംഗ്ലീഷ് പടങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഈ മമ്മിയൊക്കെ പോലെ മറ്റേ സെറ്റ് തിരിക്കുക, ഒരുപാട് വ്യത്യസ്ത എലമെന്റ്സ് ഒന്നിച്ച് വന്ന് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടായി, അല്ലെങ്കിൽ വളരെ നല്ലൊരു ഫിലിം ഉണ്ടായതാണ്. അപ്പം അതാണ് ഈ വർഷം നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് സിനിമകളിലൊന്ന്. നമ്മൾ ഈ ടോപ്പ് 10 സിനിമകൾ എന്ന് പറയുമ്പോൾ എല്ലാ ഭാഷയെ ഉൾക്കൊള്ളിക്കുന്നത് കൊണ്ട് തന്നെ ഈ 10 എന്ന നമ്പർ വളരെ കുറവാണ്. അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത കുറച്ച് സിനിമകളുണ്ട്. ഇപ്പം നമ്മൾ മാർക്കോ, ലേറ്റസ്റ്റ് മാർക്കോ, ARM, ഗഗനചാരി, ലക്കി ഭാസ്കർ, പിന്നെ മഞ്ഞുമൽ ബോയ്സ്, റൈഫിൾ ക്ലബ്ബ്, ഈ പലർക്കും തോന്നുന്നു ഈ കില്ലും ഇൻക്ലൂഡ് ചെയ്തു. അതോടൊപ്പം മാർക്കോ കില്ലിനെ റീപ്ലേസ് ചെയ്തൂടെ എന്ന് ചോദിക്കാം. അപ്പൊ നമ്മുടെ റീസണിങ് എന്ന് പറഞ്ഞാല് ടെക്നിക്കലിയും വയലൻസ് വൈസും മാർക്കോ ഒരുപാട് മുന്നിലാണ്. ബട്ട് മറ്റ് കുറച്ച് റീസണിങ്, അതായത് ബേസിക്കലി ഒരു പടത്തിന്റെ ഒരു ഇമോഷണൽ കണക്റ്റും സ്ക്രിപ്റ്റിങ്ങും വൈസാണ് ഒരു ഇച്ചിരി ഒരു അരമാർക്ക് പുറകെ കിടക്കുന്നത്. സോ ഞങ്ങളുടെ ഫേവറേറ്റ് 10 പടങ്ങൾ ഏതാണെന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഏതാണ് ഫേവറേറ്റ് 10 പടങ്ങൾ എന്നുള്ളത് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ഇപ്പോൾ ഇതിൽ ഞങ്ങളിപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ ഞങ്ങൾ എക്സ്ട്രാ ലിസ്റ്റിൽ വരാത്ത പടങ്ങളുടെ പേര് പറഞ്ഞ കൂട്ടത്തിലും ഉള്ള പടങ്ങളും നമ്മൾ തിയേറ്ററിൽ കണ്ട ലിസ്റ്റാണ്. ഇത് OTTയിൽ കണ്ട പടങ്ങൾ വേറെയുണ്ട് അങ്ങനെ. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് തിയേറ്ററിൽ മാത്രം കണ്ട പടങ്ങളുടെ ലിസ്റ്റാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വർഷം കാണാം. ഫ്രഷ്